ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലത്തോടുകൂടി 4 ടീമുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ബോഡോ ഗ്ലിംറ്റിനെതിരെ തകർപ്പൻ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് സ്പോർട്ടിംഗ് CP ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ആഴ്സണലാണ്. 1-3 ഗോളുകൾക്ക് അഗ്രിഗേറ്റിൽ ലെവർക്യൂസനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആഴ്സണലും ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട്. 2-8 ഗോളുകൾക്കാണ് PSG ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 1-5 ഗോളുകൾക്ക് റയൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. അങ്ങനെ റയലും PSG-യും ആഴ്സണലും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് CP-യുമാണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഉറപ്പാക്കിയിട്ടുള്ളത്. ഇന്നത്തോടുകൂടി ക്വാർട്ടർ ഫൈനലിന്റെ ആ ഒരു പട്ടിക പൂർത്തിയാകും എന്നുള്ളതാണ്. ഏതായാലും ആരൊക്കെയാണ് എതിരാളികളായിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിൽ പരസ്പരം ഏറ്റുമുട്ടുക, അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് PSG-യുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഗലാറ്റസറയും ലിവർപൂളും തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. ആദ്യ പാദത്തിൽ ഗലാറ്റസറ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഈ മത്സരത്തിലെ വിജയികളെയായിരിക്കും PSG-ക്ക് നേരിടേണ്ടി വരിക. ഇനി റയലിന്റെ എതിരാളികളായിക്കൊണ്ട് മിക്കവാറും ബയൺ മ്യൂണിക്ക് തന്നെയാണ് വരിക. ആദ്യ പാദത്തിൽ 1-6 ഗോളുകൾക്ക് ബയൺ അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തിയിരുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡും അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കും തമ്മിലാണ് ഏറ്റുമുട്ടുക. അതുപോലെ തന്നെ മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം വരുന്നത് സ്പോർട്ടിംഗ് CP-യും ആഴ്സണലും തമ്മിലാണ്. കൂടാതെ ന്യൂകാസിൽ യുണൈറ്റഡും FC ബാഴ്സലോണയും ആദ്യ പാദത്തിൽ സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡ് ടോട്ടൻഹാമിനെ ആദ്യ പാദത്തിൽ 2-5 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മിക്കവാറും ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് FC ബാഴ്സലോണ മത്സരത്തിലെ വിജയികളെ ആയിരിക്കും മിക്കവാറും അത്ലറ്റിക്കോക്ക് നേരിടേണ്ടി വരിക. ഇനിയിപ്പോൾ ടോട്ടൻഹാം എന്തെങ്കിലും അത്ഭുത തിരിച്ചുവരവുകൾ നടത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും റയലിന്റെ എതിരാളികൾ ബയൺ മ്യൂണിക്ക് തന്നെയായിരിക്കും. അതേസമയം സ്പോർട്ടിംഗ് CP-യും ആഴ്സണലും തമ്മിലാണ് ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.